മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കേരള നിയമസഭയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ടിവിയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാം കാണുകയുണ്ടായി. എനിക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഈ രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഞാൻ ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ മഹത്വമേറിയ പൈതൃകത്തിൻ്റെ സംരക്ഷകരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളിലൂടെ തിരഞ്ഞെടുക്കുന്ന ഈ MLA-മാരും മന്ത്രിമാരും എല്ലാം. അവരെ കാണിച്ചു കൂട്ടിയ നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ പെരുമാറ്റം കണ്ടിട്ട് തുണി മടക്കി കുത്തി നിയമസഭയുടെ മേശപ്പുറത്ത് കയറി ഒരു തിരുവനന്തപുരത്തുകാരൻ കാണിച്ച ഏറ്റവും നീചമായിട്ടുള്ളൊരു പ്രവൃത്തി. ഒരു സ്ത്രീ വേറൊരാളെ കയറി കടിച്ചു. യഥാർത്ഥത്തില് ഇതുമാതിരിയുള്ള നീചര് അവര് നമ്മളുടെ വോട്ട് കൊണ്ടാണല്ലോ നിയമസഭയിലേക്ക് പോയത് എന്ന ഒരു ദുഃഖം സാംസ്കാരികമായിട്ട് തറ ലെവലിലേക്ക് പോയവര് ഡൽഹിയില് ഒരു ബസ്സില് 4-5 ബസ് ജീവനക്കാർ ഒരുമിച്ച് ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനേക്കാൾ വേദനയോടെ ഈ ജനാധിപത്യ സാംസ്കാരിക മൂല്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന ഈ നികൃഷ്ടരായ MLA-മാരും നീചരായ ഭരണകർത്താക്കളും ആ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വ്യഭിചരിച്ചതിനേക്കാൾ നീചമായിട്ടല്ലേ നമ്മുടെ നിയമസഭയിൽ അവര് കാണിച്ചു കൂട്ടിയത്? ഇവിടെ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടോ? ഇവര് നമ്മളെ ഭരിക്കുന്നവര് തന്നെ ഇത്രയും അറപ്പ് തോന്നുന്ന വിധത്തില് പെരുമാറിയപ്പോൾ 50 ലക്ഷം രൂപയുടെ നഷ്ടം നിയമസഭയിലേക്ക് ഉണ്ടാക്കിയപ്പോ ഇവര് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണപക്ഷത്തിരിക്കുന്നവരും പറയുന്ന നിർദ്ദേശങ്ങൾ കേട്ട് കള്ളന്മാരെയും കൊള്ളക്കാരെയും കരിഞ്ചന്തക്കാരെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന പോലീസിന് ഈ നികൃഷ്ടരായിട്ടുള്ള MLA-മാരും മന്ത്രിമാരും അല്ലേ നിർദ്ദേശം കൊടുക്കുന്നത്? ആ കള്ളന്മാരെക്കാളും കരിഞ്ചന്തക്കാരെക്കാളും തീവ്രവാദികളെക്കാളും എത്ര നീചമായ മാനസികവും ശാരീരികവുമായ അവസ്ഥയിലിരിക്കുന്ന നമ്മളെ ഭരിക്കുന്ന സാംസ്കാരിക കേരളത്തെ സർജറി നടത്തി കൊന്ന ഈ MLA-മാരും MP-മാരും മന്ത്രിമാരും അവരും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവരെ ക്ഷണിക്കുമ്പോൾ അവരെ എന്തിന് ബഹുമാനിക്കണം, ആദരിക്കണം? കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രഭാഷണത്തില് ഒരു MLA എൻ്റെ അടുത്ത് വന്നിരിക്കുകയുണ്ടായി. ഞാൻ അന്ന് സംഘാടകരോട് പറഞ്ഞു, ഈ MLA-യുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് അയാൾ പോയതിന് ശേഷം പോരെ എന്നെ സ്റ്റേജിൽ കയറ്റാൻ എന്ന് പറഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിരുന്നു. ആ MLA നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയാൾ അടുത്ത് എന്നെ ഇരുത്തി അയാൾ തന്നെ നിർദ്ദേശിച്ച് കുറെ ഫോട്ടോ എടുത്തു. ഞാൻ അയാളോട് പറഞ്ഞു, അദ്ദേഹത്തിനോടെന്നാണ് ഞാൻ ഉപയോഗിക്കേണ്ട വാക്ക്, അയാളോട് പറഞ്ഞു, ഇത്രയും വലിയൊരു സദസ്സിന്റെ മുമ്പിൽ നിങ്ങളെ അവഹേളിക്കേണ്ട എന്ന ഒറ്റ കാരണത്തിലാണ് 1 മിനിറ്റ് ഞാൻ ഇരുന്നത്. ഞാൻ താഴെ ഇറങ്ങുന്നു, ഇനി നിങ്ങൾ പോയതിനു ശേഷമേ സ്റ്റേജിലേക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞു. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും മാനുഷിക സ്വഭാവം പോലും ഇല്ലാത്ത രീതിയിൽ പെരുമാറിയ ഇവരെയൊക്കെ VIP-യും VVIP-കളും ഒക്കെ ആയിട്ട് തൊഴുകയും ആദരിക്കുകയും തലകുനിക്കുകയും ചെയ്യുന്ന നമ്മളുടെ ശരീരത്തിലാണ് പുണ്യാഹം തളിക്കേണ്ടത്. ഞാൻ പണ്ട് പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ യേശുദാസ് ശബരിമലയിലേക്കോ അല്ലെങ്കിൽ ഗുരുവായൂരിലേക്കോ പോകുമ്പോൾ അവിടെ അല്ല പുണ്യാഹം തളിക്കേണ്ടത്. ആ യേശുദാസിനെ ഗുരുവായൂരിലേക്ക് കയറ്റരുതെന്ന് പറഞ്ഞ കുറെ ഹിന്ദുക്കളുടെയും തന്ത്രിമാരുടെയും പൂജാരിമാരുടെയും മനസ്സിലാണ് പുണ്യാഹം തളിക്കേണ്ടത്. അതേപോലെ
നമ്മളെ ഭരിക്കുന്നവരിൽ ആര് നല്ലവര് ആര് ചീത്തവരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഈ മന്ത്രിമാരെയും MLA-മാരെയും അതേപോലെ ഡൽഹിയിലെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് അയച്ച ആ വ്യക്തി ദുബായിലെ ഒരു ജേർണലിസ്റ്റുമായിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നൊരു ഫോട്ടോ, ഒരു സീരീസ് ഓഫ് ഫോട്ടോകൾ ടൈംസ് നൗവിലും NDTV-യിലും ഹെഡ്ലൈൻസ് ടുഡേയിലും എല്ലാം നിരന്തരം വരുന്നത് കണ്ടപ്പോ കേരളത്തിലെ അറപ്പ് തോന്നിക്കുന്ന ഒരു MP-യുടെ പെരുമാറ്റം. അദ്ദേഹം ഈ റോഡ് സൈഡിലുള്ള ചവറെല്ലാം വൃത്തിയാക്കി ഒരു എലിയെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ പത്രത്തിൽ കണ്ടപ്പോൾ ബഹുമാനം തോന്നി. ആ മനുഷ്യൻ വൃത്തിയാക്കേണ്ടത് തിരുവനന്തപുരത്തെ റോഡുകളായിരുന്നില്ല, മറിച്ച് അങ്ങേര് ആ ദുബായിലല്ല, പാകിസ്ഥാനിലെ, ഞാൻ പറഞ്ഞ തെറ്റിയതാണ്, ആ പാകിസ്ഥാനിലെ ഒരു സ്പൈ ആയിട്ട് ചാരപ്പണിക്ക് നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റുമായിട്ട് ശാരീരികമായിട്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ വരെ, മാനസികമായിട്ട് പിന്നെ പോട്ടെ, ശാരീരികമായിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് എത്ര ഫോട്ടോകളാ TV-യില് ഡൽഹി ചാനലുകാർ കാണിച്ചത്. ഇവരെയൊക്കെ നമ്മൾ ശരിക്ക് തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്കോ തിരുവനന്തപുരത്തേക്കോ ഒക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്, തന്നെത്താനെ നമ്മൾ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇവരെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് അയച്ചു എന്ന പാപത്തേക്കാൾ വലിയ എന്ത് പാപം ഉള്ളത്? അതല്ലേ അവസാനത്തെ പാപം. ഒരു രാഷ്ട്രത്തെ ഭരിക്കേണ്ടവര് ഭരണചക്രത്തെ കോടാലി കൊണ്ട് എന്താ പറയാ വെട്ടിമുറിച്ച് കീറിയതാക്കാം. അതേപോലെ ഒരു മിനിറ്റിന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നടത്തേണ്ട പാർലമെന്റ് സമ്മേളനത്തില് അടുത്ത യുവരാജാവാകാൻ പോകുന്ന മാനസികമായിട്ട് പക്വത പോലും വരാത്ത ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ മകന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരോടോ സഹപ്രവർത്തകരോടോ ചോദിച്ചു, ഇയാളുടെ തലമുടിയുടെ നിറം എന്താ, ഇയാളുടെ അച്ഛൻ ആരാ? അത് ചോദിക്കേണ്ടത് തന്നെയാ. അമ്മയുടെ കയ്യിലിരിപ്പ് എന്താ, അത് ചോദിച്ചാൽ എന്താ കുഴപ്പം? കണ്ണിന്റെ നിറം എന്താ, എത്ര പല്ലുണ്ട്, നാക്കുണ്ടോ, അല്ല ഇടയ്ക്കേ വരുള്ളോ, ഇയാളുടെ തൊലിയുടെ നിറം എന്താ, കാലിൽ എത്ര വിരലുണ്ട്, ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും ചോദിക്കുന്ന മാതിരി ചോദിച്ചു, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചോദിച്ചു. ഈ ചോദിച്ചു എന്ന കാരണത്തില് അദ്ദേഹം ഒരു MP മാത്രമാണ്, വേറെ ആരുമല്ല. അങ്ങനെ ചോദിച്ചു എന്ന കാരണത്തില് പാർലമെന്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അങ്ങ് തടസ്സപ്പെടുത്താം. നമ്മൾ തിരഞ്ഞെടുത്തയച്ചവര് നമ്മളെ ഭരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നതിന് പകരം നമ്മളെ ഭരിക്കുന്നവര് ചെയ്യുന്ന തെറ്റുകൾ കണ്ടുപിടിച്ച് അത് തിരുത്തിക്കുന്നതിന് പകരം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മാനസികമായിട്ട് വികാസം സംഭവിക്കാത്ത ഒരുവന്റെ നിറവും തലമുടിയും ശരീരവും പല്ലിന്റെ എണ്ണവും ചോദിച്ചത് എന്തിന് എന്നുള്ളതിന് വേണ്ടി മാത്രം കുറേ ദിവസങ്ങൾ ഇങ്ങനെ ചെലവഴിക്കാം. യഥാർത്ഥത്തില് ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമാകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ജനാധിപത്യത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ കൊള്ളരുതായ്മ മുഴുവനും ജനാധിപത്യം എന്ന വാക്കിനെ അറുകൊല ചെയ്യുന്ന മാതിരിയാണ് എന്ന് തോന്നിപ്പോകുന്നു. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പ്രണാമം, നമസ്കാരം.